എൻ്റെ ചുരിദാർ ഇന്ന് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഈ ആഴ്ച കിട്ടത്തില്ല. ഈ ആഴ്ച കൊടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലില്ല, ഈ ആഴ്ച കിട്ടത്തില്ല. പോയിട്ടൊരു അടുത്ത ആഴ്ച പോരെ. അടുത്ത ആഴ്ചത്തേക്ക് റെഡിയാക്കി വെച്ചു. അടുത്ത ആഴ്ച? എത്ര നാൾ മുന്നേ തന്ന തുണിയാ, എന്താ ഇത്ര താമസിക്കുന്നത് തരാൻ? ഈ തുണിയൊക്കെ തയ്ച്ച് തീരണ്ടേ? ഇതിപ്പോ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് തന്നിട്ട് പോയാൽ മതി. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. നമ്മൾ ഓൾറെഡി കാര്യം പറഞ്ഞതാണല്ലോ, ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ തയ്ച്ച് കിട്ടത്തുള്ളൂ എന്ന്. നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ചത്തേക്ക് തയ്ച്ച് തന്നേക്കാം. ആൻറ്റി കല്യാണം എപ്പോഴാ? നാളെ. ചുരിദാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഹൽദി ഇടാനല്ലേ? അതെ. ആ ചുരിദാറും എടുത്തേ കൊച്ചിന്റെ. ആ മഞ്ഞ ചുരിദാർ പറഞ്ഞ പോലെ ആന്റി കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഒന്ന് ഇട്ട് നോക്കിക്കേ. ഇത് ഞാൻ പറഞ്ഞ മോഡലൊന്നും അല്ലല്ലോ ആന്റി തയ്ച്ചേക്കുന്നത്. ഇത് നല്ല ഇപ്പോഴത്തെ ഫാഷൻ. കഴുത്തൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. കഴുത്ത് അത്ര ഇറക്കണ്ട. കഴുത്ത് അത്ര ഇറക്കിയ ഒരു ഭംഗിയില്ല. ഇത് കണ്ടോ, കൊച്ചു പറഞ്ഞ കട്ടിനേക്കാളും നല്ല പൂക്കളം കട്ട. ഇത് ഇപ്പോഴത്തെ ഫാഷനാ ഇത്. അത് കൊച്ചിന് അറിയാതെ ആന്റിയുടെ കല്യാണത്തിനൊക്കെ ആന്റി ഇതാ ഇട്ടത്. എത്ര വർഷം മുന്നേ എന്നെ ഫാഷനായിരുന്നു. ഇത് മതി. സ്ലീവ്ലെസ് ആന്റി മറ്റേത് വേറൊന്നുമല്ല. ഈ മെറ്റീരിയലിന് സ്ലീവ്ലെസ് ഇട്ടാ ഭയങ്കര വൃത്തികേടാണ്. അത് ഭയങ്കര വൃത്തികേടാണ്. ഞാൻ പറഞ്ഞ സ്ലീവ്ലെസ് അല്ലേ. 3/4 ഇതിന് ഭംഗി. കൊച്ചൊന്ന് ഇട്ട് നോക്കിയിട്ട് എന്തോ ആന്റി കാണിച്ചു വെച്ചേക്കുന്നേ. എന്ത് ഭംഗിയാ ഇത്. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. ആന്റി ഇത്ര സൂപ്പർ ആവുമെന്ന് വിചാരിച്ചില്ല. ഇതെനിക്ക് ഭയങ്കര ലൂസായത്. എന്തോ ഇത് ഓൾട്ടർ ചെയ്ത് തരണം, ഒരാൾക്കൂടെ കയറാലോ. മാനി ഈ ചുരിദാർ ഇനി ഇത് ഇറുകി പിടിച്ചിരിക്കും. ഇനി കുറച്ച് ടൈറ്റ് ചെയ്താ ഇതിന് ഓൾട്ടർനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത് കൊച്ചിരി ഇച്ചിരി തടിയുള്ളതല്ലേ, അപ്പം അവിടെ ഇറുകി പിടിച്ചൊരു മാതിരി വൃത്തികേടായിട്ടിരിക്കും. ഇതിൻ്റെ കറക്റ്റ് സൈസ് അത് കൊച്ചിന് അറിയാൻ മേലാഞ്ഞിട്ട് അതേ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയല്ലേ. ഇതല്ലേ കറക്റ്റ് സൈസ്. ഇത് കുറച്ചിന് ടക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അയ്യോ എനിക്ക് കുഴപ്പമില്ല, കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യണം. മതി ഇതെല്ലാം കൂടെ കൂട്ടി 1200 രൂപയോ? 1200. അതെന്ത് കാണിച്ചിട്ട് ഇത്രയും പൈസ? ഇത് തയ്ച്ചതിന് പൈസ വേണ്ട. അത് ശരി, നിങ്ങളുടെ തോന്നിയ ദിവസത്തിൽ തയ്ച്ചു ഞാൻ ഇത്രയും പൈസ തരണോ? എന്ത് തോന്നിയ ദിവസം? ഇത് ഇങ്ങനെയാ. ഇത് ഇങ്ങനെ തയ്ക്കണ്ട. എന്നാ പിന്നെ നിങ്ങൾക്ക് തയ്ച്ചാൽ പോരായിരുന്നു. ഇവിടെ കൊണ്ടുത്തന്ന് മനുഷ്യനെ മെനക്കെടുത്തി 2 ആഴ്ച മെനക്കെടുത്തി ഈ കഴുത്ത് തന്നെ വെച്ചതിന് കൊടുക്കണം. ഊരിക്കെ കാണിച്ചു തരാം. ഇതിന് എന്നാ കുഴപ്പമെന്നാ ഈ പറയുന്നേ? നല്ല ഒന്നാന്തരം തുണി. ഇങ്ങനെ നോക്കിക്കേ. എനിക്ക് തന്നെ ഇടാൻ തോന്നുന്നല്ലേ. എന്റെ ദൈവമേ, ഈ കൊച്ചിനെ പറഞ്ഞിട്ട് മനസ്സിലാവും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. അല്ലേ, നല്ല രസമുണ്ട് ഇത് ഇട്ടിട്ട്. ഇത് എടുത്തോ മാന. ഇത് പിന്നെ ഇനിയിപ്പോൾ വല്ലതൊക്കെ കഴിഞ്ഞ് വണ്ണം വെക്കുമ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ കൂട്ടാനോ കുറയ്ക്കാനൊന്നും നടക്കണ്ട. ഇതങ്ങ് എടുത്തോ മോൻ കേട്ടോ. 1200 ഇതേ സ്കാനർ വെച്ചിട്ടുണ്ട്, ഗൂഗിൾ പേ. അത്രയും പൈസ ഒന്നും ഞാൻ തരത്തില്ല. ആന്റിക്ക് ഇവിടെ സംസാരിച്ച് നിങ്ങൾക്ക് സമയമില്ല. തയ്ക്കാനുണ്ട് മോനെ. ആ പൈസ 1200 വേണ്ട, 1100 ഇട്ടാൽ മതി. 100 രൂപ കുറച്ച് തന്നേക്കാം. ആ കൈ 3/4 ആക്കിയാൽ 1100 രൂപ ഇട്ടാൽ മതി. മോൻ ഇത് എടുത്തോണ്ട് പൊക്കോ കേട്ടോ. എനിക്ക് 100 രൂപ പണിയുണ്ട്. ശരി കേട്ടോ, ഇനിയും തയ്ക്കാൻ വരണേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ആന്റി തയ്ച്ചത് ചുരിദാറല്ലേ? അല്ല, ഇത് ഞാൻ കടയിൽ നിന്ന് എടുത്ത റെഡിമെയ്ഡാ. എന്താ ഇതിപ്പോ എന്താ തയ്ക്കാനാ? ഒരു ഫംഗ്ഷൻ ഇടാൻ ബ്ലൗസ് സ്ലീവ്ലെസ് മതിയേ. സാരി ബ്ലൗസ് സ്ലീവ്ലെസ്സോ? ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ സ്ലീവ്ലെസ് വെക്കൂ? എനിക്ക് ഈ സ്ലീവ്ലെസ് പെമ്പിളേർ ഇടുന്നതിനേക്കാളും കലി ഐശ്വര്യമുള്ളത് എപ്പോഴും 3/4 ഹാഫ് കൈ ഒക്കെയാ. ഹാഫ് കൈ വെക്കട്ടെ? വേണ്ട, എനിക്ക് സ്ലീവ്ലെസ് തന്നെ മതി. അളവ് പറഞ്ഞേ. കഴുത്ത് എത്ര ഇറക്കണം? ഒരു 4.5 ഇറക്കാം അല്ലേ? 4.5 5 ഇറക്കാം. കഴുത്തൊരു 6.5 ഇറക്കിക്കോ. 6.5യോ? 6.5 ഇറക്കണം എന്തിനാ? എന്നാ പിന്നെ ബ്ലൗസ് എന്നാത്തിനാ? എന്നാ പിന്നെ ബ്ലൗസിന്റെ ആവശ്യമില്ലല്ലോ. കെട്ട് വെക്കാം അല്ലേ? അത് അലിലക്കെട്ട് മതി. അലിലക്കെട്ടോ? അലിലക്കെട്ട് വെക്കാം അല്ലേ? അത് വെച്ചാൽ മതി. വെച്ച് തരാ. ഈ ബ്ലൗസ് ഒരു എപ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുമോ മാനേജർ? അതൊരു കല്യാണം എന്നാ പരിപാടി? എന്നാ 7-ാം തീയതി. 7-ാം തീയതി. 7-ാം തീയതി വെളുപ്പിന് കൊടുക്കാം അല്ലേ? 7-ാം തീയതി തന്നെ വന്നേക്കാം. ഒരു വെളുപ്പിന് ഒരു 6 മണിക്ക് പോരെ. അപ്പോൾ ഓൾട്ടർനേഷൻ്റെ കാര്യം? ഓൾട്ടർനേഷൻ ഇവിടെ തയ്ക്കുന്നതിനൊന്നും ഓൾട്ടർനേഷൻ്റെ ആവശ്യം വരത്തില്ല. അതൊക്കെ നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചോട്ടെ. ഇവിടെ നമ്മൾ സാരി ബ്ലൗസ് ആക്കി തരും. അത് പ്രത്യേകിച്ച് ഓൾട്ടർനേഷൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. ശരി. 4-ാം തീയതി വരാൻ പറഞ്ഞു. 4-ാം തീയതി കൊടുക്കാൻ ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ മോനെ. 4-ാം തീയതി എത്തേക്കൊന്നും ആവത്തില്ല. അയ്യോ, ഇത്രയും തുണി കിടക്കുന്നത്. പുറകെ കിടക്കുന്ന തുണിയൊക്കെ തയ്ക്കാനുള്ളതാ. നമ്മൾ പോയിട്ടേ ഒരു 14 ആകുമ്പോഴത്തേക്കും എന്തു വരുന്നത്? സാരി ബ്ലൗസോ? അത് ആനിവേഴ്സറി ഇടാനുള്ള ഫ്രോക്കാ. തയ്ച്ചു വെച്ചേക്കാം. ചേച്ചി തുണി തന്നിട്ട് ഒരു മാസമായതൊന്ന് തയ്ച്ചു വെച്ചേക്കാവോ? തുണി എവിടെ കിടക്കുന്നത്? അതൊന്നും എടുത്ത് തയ്ക്കുക. തന്നിട്ട് ഒരു മാസം. ഹായ് സുലു ആൻറ്റി. ഇതെവിടെ തയ്പ്പിച്ചേ?
ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തയ്പ്പിച്ചതാ. എന്നാ പിന്നെ അവിടെ തന്നെ കൊടുക്കായിരുന്നില്ലേ? ഇങ്ങോട്ട് തന്നെ വന്നേ. ഇന്നലെ കൊണ്ട് തുണി എന്നിട്ട് ഇന്ന് തയ്ച്ചു തരാൻ പറഞ്ഞ് എങ്ങനെ മോനെ അത് ശരിയാകുന്നേ? അത് മോൻ അറിയാൻ പാടില്ല എന്നിട്ടാ. ഇവിടെ ഞങ്ങൾക്ക് നല്ല തിരക്കാ. ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞു പോരെ. 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ അടുത്ത ആഴ്ച പ്രോഗ്രാം വെച്ചേക്കുന്നത്. എന്നാ പിന്നെ ഇതാ ഞാൻ ഇങ്ങനെ ഷടപടേ കാര്യങ്ങളൊന്നും ഞാൻ ഏക്കാതെ ഞാൻ ഒഴിവാക്കി വിടുന്ന കാര്യം ഇതാ. നമുക്ക് കാര്യം പറയാം, എല്ലാവർക്കും കറക്റ്റ് സമയം കൊടുക്കണമെന്നുണ്ട്. അമ്മാതിരി തിരക്കാന്നേ. കല്യാണം എന്നാ? ഈ മാസം 14-ന്. 14-ാം തീയതി. എന്നാ ഒരു 13-ാം തീയതി വൈകിട്ട് പോരെ. 13 വൈകിട്ട്. 13 വൈകിട്ട് ഞങ്ങള് ബ്ലൗസ് അല്ലേ റെഡിയാക്കി വെച്ചേക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേ പ്ലീസ്. എന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണേ. ആ ഇത് ആന്റി കഴിഞ്ഞ ആഴ്ച തയ്ച്ചു തന്ന ഡ്രസ് അല്ലയോ? അല്ല ആൻറ്റി, ഇത് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് തയ്പ്പിച്ചതാ. എന്നാ പിന്നെ അങ്ങോട്ട് പോകാത്ത എന്ത് ആൻറ്റി? അത് പിന്നെ എന്ത് തയ്ക്കാൻ വന്നേ? എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഇടാനൊരു സാരി ബ്ലൗസ് തയ്ക്കാൻ വന്നതാ. സമയമൊന്നും ഇല്ല. പിന്നെ സമയമുണ്ടോ ഒരു ബ്ലൗസ് തയ്ച്ചു കൊടുക്കാൻ? അവിടെ സമയമില്ലായിരുന്നു. എവിടെ ഗാർമെന്റ്സില്. അത് പിന്നെ അവിടെ എല്ലാവരും അവിടെ തിരക്കായതുകൊണ്ട് പോകുന്നത് അല്ലേ? ഇരി കേട്ടോ, തയ്ച്ചു തരാം. 12-ാം തീയതിക്ക് മുന്നേ നന്നായിട്ട് തയ്ച്ചു തന്നെ. 12-ാം തീയതി പിന്നെ തയ്ച്ചു തരാം. അത് പിന്നെ ഇരിക്കും. അതായത് എന്താ ഈ തയ്ച്ചു കൂട്ടി വെച്ചേക്കണം? നിങ്ങൾ പറഞ്ഞ മോഡൽ തന്നെയാണല്ലോ അത്. പറഞ്ഞ മോഡലൊന്നും അല്ല. വേറെന്ത് വ്യത്യാസം? പറഞ്ഞ മോഡലിലാണ് തയ്ച്ചു കൊടുത്തേ. വ്യത്യാസം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. പേരെന്താ? റസിയ. നമ്മൾ പറഞ്ഞ മോഡല് ഫുൾ കൈ ചുരിദാർ. നിങ്ങൾ തയ്ച്ചു വെച്ച ചുരിദാറിന് കൈയില്ല, സ്ലീവ്ലെസ്. റസിയുടെ ചുരിദാർ തയ്ച്ചാരാ? നിങ്ങൾ തയ്ച്ചെന്നാ പറഞ്ഞേ. ഞാൻ തന്നെയാണോ? സ്ലീവ്ലെസ്. അത് ചുരിദാർ കാണിച്ചേ. കൊണ്ടുപോയി നോക്ക്, കയ്യുമില്ല കാലുമില്ല. 40 വയസ്സായ ഞാനെങ്ങനെ കൈയില്ലാത്ത ഈ ചുരിദാറിട്ട് പുറത്തിറങ്ങി നടക്കും? ഫാഷൻ അതായതുകൊണ്ട്. ഫാഷൻ എന്ത് ഫാഷൻ? ഇതാണോ ഫാഷൻ? കയ്യൂല കാലൂല. നമുക്ക് വേണ്ട. സ്ലീവ്ലെസ് ആണോ നമ്മുടെ അടുത്ത് പറഞ്ഞത്? എനിക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സ്ലീവ്ലെസ് തന്നെ ആയിരിക്കും പറഞ്ഞത്. നമ്മളപ്പോ പറഞ്ഞു സ്ലീവ്ലെസ് എന്ന്. നമുക്കത് ഹറാമ് കൂടിയാണ്. നമ്മൾ ഇടാറ്. 2026 ആയില്ലേ? അതിന്റെ പുറത്തൊരു വെനിയനോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ചുരിദാർ നല്ല ചുരിദാർ തന്നെ.